modulation transfer function which is actually used to approximate the best position of light in the photolithography system. അപ്പോൾ എത്രത്തോളം നമുക്ക് ബെസ്റ്റ് ഫോക്കസ് ലൈറ്റ് എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നോ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മളുടെ പാറ്റേണിനെ നമുക്ക് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, നമ്മളുടെ മാസ്ക് വേഫറിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ടേമാണ് നമ്മൾ പറയുന്നത് മോഡുലേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. മോഡുലേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ആക്ച്വലി യൂസ്ഡ് ടു അപ്രോക്സിമേറ്റ് ദ പൊസിഷൻ ഓഫ് ബെസ്റ്റ് ഫോക്കസ് ഓഫ് ലൈറ്റ് ഇൻ ദ ഫോട്ടോലിത്തോഗ്രാഫ് സിസ്റ്റം. അതായത് നമുക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളുടെ ലൈറ്റ് നമ്മളുടെ വേഫറിലേക്ക് വേഫർ സർഫേസിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത് അല്ലെങ്കിൽ എക്സ്പോസ് ആകുന്നത്, അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫാക്ടറാണ് നമ്മൾ മോഡുലേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയും. അപ്പം ബൈ യൂസിങ് ദിസ് മോഡുലേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വി ക്യാൻ ഏബിൾ ടു മെഷർ ദ ഒപ്റ്റിക്കൽ കോൺട്രാസ്റ്റ് ഇൻ ദ ഏരിയൽ ഇമേജ്. ഏരിയൽ ഇമേജിലുള്ള എത്രത്തോളം കോൺട്രാസ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ. അപ്പോൾ മോഡുലേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കൂടുതൽ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കെന്ത് പറയാൻ പറ്റും, നല്ല modulation transfer function is more, means we can say that is we can able to produce best focus of light, or this mask lay pattern we can able to transfer without any distortion. ഓക്കെ, ഡിസ്റ്റോർഷൻ ഒന്നും ഇല്ലാതെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മോഡുലേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ വാല്യൂ കൂടുതലായിരിക്കണം. അപ്പോൾ ഈ മോഡുലേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അപ്പം ദിസ് ഈസ് ആക്ച്വലി ഇത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മോഡുലേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പം മോഡുലേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കൂടുതലാണെങ്കിൽ നമുക്ക് അത്രത്തോളം ബെറ്റർ ആയിട്ടുള്ള ഒപ്റ്റിക്കൽ കോൺട്രാക്ട്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് എന്താണ് modulation transfer function is high, means better optical contrast is there. Okay, if you are just considering the modulation transfer function, this modulation transfer function which is actually found out by using the equation I max minus I min divided by I max plus I min. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ മോഡുലേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ വാട്ട് ഈസ് ഐ മാക്സ്, വാട്ട് ഈസ് ഐ മിൻ. ഓക്കെ, ഐ മാക്സ് മൈനസ് ഐ മിൻ. ഐ മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓൺ ദ വേപ്പർ സർഫേസ്. ഓക്കെ, ഐ മാക്സ്. ഐ മിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ മാക്സിമം ഇൻറ്റൻസിറ്റി ഓൺ ദ ലൈറ്റ് ഓൺ ദ minimum intensity of light on the wafer surface. അപ്പം if you are just drawing a graph between എന്താണ് intensity on wafer and the position. Okay, position versus intensity. നമ്മൾ മാക്സിമം ഇൻറ്റൻസിറ്റി ഏത് പൊസിഷനിലാണ് ഉള്ളത്, ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി ഐ മാക്സ്, ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് വിച്ച് ഈസ് ഓൺ ദ വിച്ച് പൊസിഷൻ. From that we can able to find out the value of modulation transfer function. Okay, what is modulation transfer function? I max minus I min divided by I max plus I min. Here I max is actually the maximum intensity of light on the position of maximum intensity of light on the wafer surface, and I min is actually the position of minimum intensity of light on the wafer surface. Okay, from these two we can able to find out the value of what? Modulation ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ഈ മോഡുലേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ വാല്യൂ ഈ 0.5 ലെസ് ആണെങ്കിൽ, ഓക്കെ, നമുക്ക് കിട്ടുന്ന വാല്യൂ ഈ ഐ മാക്സ് മൈനസ് ഐ മിൻ ഡിവൈഡ് ബൈ ഐ മാക്സ് പ്ലസ് ഐ മിൻ, വാല്യൂ ഇസ് ലെസ് ദാൻ 0.5 മീൻസ് വി കാൺട്ട് ഏബിൾ ടു റീപ്രൊഡ്യൂസ് എന്താണ് ഫ്രം ദ മാസ്ക് ടു ദ വേഫർ ഓർ ഫ്രം ദ ഫോട്ടോ റെസിസ്റ്റ് ടു ദ വേഫർ സർഫേസ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഫോട്ടോ റെസിസ്റ്റ് ലെയറിൽ നിന്ന് നമ്മൾ മാസ്കിൽ നിന്ന് ഫോട്ടോ റെസിസ്റ്റ് ലെയറിലേക്ക് മാറ്റുന്നു. ഫോട്ടോ റെസിസ്റ്റ് ലെയറിൽ നിന്നാണ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നത്, നമ്മളുടെ വേഫർ സർഫേസിലേക്ക് പോകും. അപ്പം ഈ വേഫർ സർഫേസിൽ നിന്ന് നമ്മളുടെ ഫോട്ടോ റെസിസ്റ്റ് ലെയറിൽ നിന്ന് വി കാൺട്ട് ഏബിൾ ടു റീപ്രൊഡ്യൂസ് ദ ഇമേജ് ടു ദ സബ്സ്ട്രേറ്റ് ഓഫ് ദ വേഫർ ഇഫ് ഇറ്റ് ഈസ് ദ മോഡുലേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ലെസ് ദാൻ 0.5 മീൻസ് വി കാൺട്ട് ഏബിൾ ടു റീപ്രൊഡ്യൂസ് ദിസ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക മോഡുലേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്. അപ്പം നിങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചെറിയ മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, വാട്ട് ഈസ് മോഡുലേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ,
എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഡയഗ്രാം വരച്ച് ഈ മോഡുലേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് പറയണം, അതിൻ്റെ ഇക്വേഷനും എഴുതണം. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഞാൻ പറഞ്ഞു ആക്ച്വലി ഇൻ ഫോട്ടോ ലിത്തോഗ്രാഫി പ്രോസസ് വാട്ട് യു ആർ ആക്ച്വലി ഡൂയിങ് മീൻസ് ദ ഫോട്ടോ റെസിസ്റ്റ് ലെയർ വിച്ച് ഈസ് ആക്ച്വലി കോട്ടഡ് ഓവർ ദ ഓക്സൈഡ് ലെയറിൻ്റെ മുകളിൽ നമ്മൾ ഫോട്ടോ റെസിസ്റ്റ് ലെയർ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫോട്ടോ റെസിസ്റ്റ് ലെയറിലേക്കാണ് നമ്മളുടെ ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്നത്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേഫറിലുള്ള പാറ്റേൺ എങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്നു? ഫോട്ടോ റെസിസ്റ്റ് ലെയറിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ഈ ഫോട്ടോ റെസിസ്റ്റ് ലെയറിൽ നിന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നത്? നമ്മളുടെ ഓക്സൈഡ് ലെയറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നത്. ഓക്കെ. അപ്പം ഈ 2 സ്റ്റെപ്സ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫോട്ടോ റെസിസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോട്ടോ റെസിസ്റ്റ് ലെയർ വി ആർ യൂസിങ്. ഓക്കെ. ബട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോട്ടോ റെസിസ്റ്റ്. അപ്പം ഇതൊരു ഫോട്ടോ റെസിസ്റ്റ് ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, ഒരു റേഡിയോ സെൻസിറ്റീവ് മെറ്റീരിയൽ. ഈ റേഡിയോ സെൻസിറ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു വാട്ട്? ലൈറ്റ്. ഓക്കെ. റേഡിയോ സെൻസിറ്റീവ്. ഓക്കെ. Therefore, if the light which is actually exposed to the photoresist layer, then the chemical reaction which is actually happens here. Okay. അപ്പം നമ്മൾ ഫോട്ടോറെസിസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂളാണ്. അപ്പം ഈ മെറ്റീരിയൽ എന്ത് ചെയ്യും? ലൈറ്റിനെ അബ്സോർവ് ചെയ്തിട്ട് ദ എനർജി ഫ്രം ദ ഫോട്ടോൺസ് ജനറലി ബ്രേക്സ് ദ കോവാലന്റ് ബോണ്ട്സ് പ്രസന്റ് ഇൻ ദ ഓർഗാനിക് മോളിക്യൂൾസ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു റീസ്ട്രക്ചറിങ് ഓഫ് ദിസ് ഫോട്ടോ റെസിസ്റ്റ് ലെയർ വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ് ഇഫ് ദ ലൈറ്റ് വിച്ച് ഈസ് ആക്ച്വലി എക്സ്പോസ് ടു ദ ഫോട്ടോ റെസിസ്റ്റ് ലെയർ. അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ ലൈറ്റ് നമ്മുടെ ഫോട്ടോ റെസിസ്റ്റ് ലെയറിലേക്ക് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും ആ ഫോട്ടോ റെസിസ്റ്റ് ലെയറിന് ഒരു റീസ്ട്രക്ചറിങ് വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പനിങ്. ഓക്കെ. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോട്ടോ റെസിസ്റ്റ്? അപ്പോൾ നമുക്ക് 2 ടൈപ്സ് ഓഫ് ഫോട്ടോ റെസിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. First one is actually positive photoresist and second one is negative photoresist. If you are just considering positive photoresist, what is the difference between these two that we can able to consider? അപ്പോൾ ആക്ച്വലി നമ്മൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്ന റീജിയണിന് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഒരു റീസ്ട്രക്ചറിങ്, ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ് വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ് ആൻഡ് ഒരു റീസ്ട്രക്ചറിങ് which is actually happening. അപ്പോൾ ഈ റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്ററിൻ്റെ കേസിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്ന റീജിയൻ എന്ത് സംഭവിക്കും? ഡിസോൾവ് ക്വിക്ലി ഇൻ ദ ഡെവലപ്പർ. അൺഎക്സ്പോസ്ഡ് റീജിയൻ അൺചേഞ്ച്ഡ് ആൻഡ് ആർ നോട്ട് റിമൂവ്ഡ് ബൈ ദ ഡെവലപ്പർ. അപ്പം ഈ ഡെവലപ്പർ എന്ന് പറയുന്നത് നമ്മളാണ്. ഈ ഡെവലപ്പർ എന്ന് പറയുന്നത് ഈ ഡെവലപ്പറിന് ഈ ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്ന റീജിയണിനെ നമുക്ക് ലൈറ്റ് എക്സ്പോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഡിസോൾവ് ആവുകയും അൺഎക്സ്പോസ് ആയിട്ടുള്ള റീജിയണിനെ എന്ത് ചെയ്യത്തില്ല, അവിടെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? അത് അതേപോലെ നിൽക്കും. അപ്പം ഇതാണ് ആക്ച്വലി ദ പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് എന്ന് പറയും. പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റിൻ്റെ കേസിൽ ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്ന റീജിയൻ എന്താവും? ഡിസോൾവ് ആവും. അൺഎക്സ്പോസ്ഡ് റീജിയൻ കനോട്ട് ബി ചേഞ്ച്. ആൻഡ് ഇഫ് യു ആർ ജസ്റ്റ് കൺസിഡറിങ് നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ്, ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്ന റീജിയൻ എന്തായിരിക്കും? ഹാർഡാകും. കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അത് ഹാർഡായിരിക്കും. അൺഎക്സ്പോസ്ഡ് റീജിയൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിയായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം പോസിറ്റീവ് നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റിൻ്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം പോസിറ്റീവ് റെസിസ്റ്റ് ആണ് ബെറ്റർ റെസൊല്യൂഷൻ്റെ, അതായത് ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്ന റീജിയൻ ഈസിലി ഡിസോൾവ് ആവുകയാണെങ്കിൽ അതിനായിരിക്കും എന്തായിരിക്കും? ഹൈ റെസൊല്യൂഷൻ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ റെസിസ്റ്റ്, നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഓക്കെ ഇതിനകത്ത് കാണിക്കുന്നില്ല, ഇതാണ് പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്ന റീജിയൻ എന്താവും? ഡിസോൾവ് ആവുകയും അൺഎക്സ്പോസ്ഡ് ആയിട്ടുള്ള റീജിയൻ ഇത് എന്തായിരിക്കും? അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പം ഇതിനെ നമുക്ക് ഡെവലപ്പറിന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം പോസിറ്റീവ് റെസിസ്റ്റ്. പക്ഷേ നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റൻ്റെ കേസിലോ കൺസിഡർ ചെയ്യുകയാണെങ്കിലോ ഈ ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്ന റീജിയൻ എന്താണ്? ഹാർഡ് ടു റിമൂവ്. കെമിക്കൽ റിയാക്ഷൻ എത്തി അത് ഹാർഡായിരിക്കും. അൺഎക്സ്പോസ്ഡ് ആയിട്ടുള്ള റീജിയൻ അതേപടി നിൽക്കും. അപ്പം അതിനെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, ഒരു സിലിക്കൺ സർഫേസ്, അതിന് മുകളിൽ ഓക്സൈഡ് ലെയർ, ദെൻ ഫോട്ടോ റെസിസ്റ്റ് ഈസ് ദർ, ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്നു, ദെൻ ദിസ് വിൽ ഹാപ്പൻസ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി എന്ത് ചെയ്യും? നമ്മൾ ലൈറ്റ് എക്സ്പോസ് ചെയ്ത റീജിയൻ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോട്ടോ റെസിസ്റ്റ്
ട്രാൻസ്ഫർ ചെയ്യുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ മാസ്കിലുള്ള പാറ്റേൺ നമ്മൾ ഫോട്ടോ റെസിസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇത് ഫോട്ടോ റെസിസ്റ്ററിലെത്തി. ഈ ഫോട്ടോ റെസിസ്റ്റിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? നമ്മളുടെ ഓക്സൈഡ് ലെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫോട്ടോ റെസിസ്റ്റ് ലെയർ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ആക്ച്വലി ഇതാണ് നമ്മളുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ആൻഡ് നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റ്? അത്രയേ ഉള്ളൂ. പോസിറ്റീവ് ഫോട്ടോ റെസിസ്റ്റ് ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്ന റീജിയൻ എന്താവുന്നു? ഡിസോൾവ് ആകുന്നു. അൺഎക്സ്പോസ്ഡ് റീജിയൻ എന്താകുന്നു? അൺചേഞ്ച്. അപ്പോൾ വി ക്യാൻ ഡിസോൾവ് ചെയ്യുന്ന റീമിനെ ഡെവലപ്പറിന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് ഫോട്ടോ റെസിസ്റ്റിൻ്റെ കേസിൽ ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്ന റീജിയൻ എന്താവും? ഹാർഡാവും, ഹാർഡ് ടു റിമൂവ്. അപ്പോൾ അൺഎക്സ്പോസ്ഡ് റീജിയൻ വി ക്യാൻ റിമൂവ് ഈസിലി. ഇനിയിപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് ഫോട്ടോലിത്തോഗ്രാഫി പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. ലിത്തോഗ്രാഫി പ്രോസസ്സിൽ നിങ്ങളുടെ സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി. നമ്മളിപ്പം യു വി ലിത്തോഗ്രാഫിയാണ് നമ്മൾ ജനറലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. യു വി ലിത്തോഗ്രാഫി എന്ന് പറയുമ്പോൾ ലൈറ്റാണ്, ഫോട്ടോ ലിത്തോഗ്രാഫി അല്ലെങ്കിൽ ലൈറ്റാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി പ്രോസസ്സ് എന്ന് പറയുമ്പോൾ വാട്ട് യു ആർ ആക്ച്വലി ഡൂയിങ് മീൻസ് ഇലക്ട്രോൺ ബീം വിച്ച് ഈസ് ആക്ച്വലി എന്ത് ചെയ്യുന്നു? നമ്മൾ എക്സ്പോസ് ടു ദ വേഫർ സർഫേസ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ജസ്റ്റ് കൺസിഡറിങ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ജസ്റ്റ് കൺസിഡറിങ് ദ അഡ്വാൻറ്റേജസ്. ജനറേഷൻ ഓഫ് സബ് മൈക്രോൺ, അതായത് വളരെ സ്മോൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഓർ സ്മോൾ ആയിട്ടുള്ള പാറ്റേണിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ പറ്റും ബൈ യൂസിങ് ദിസ് ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി. റെസിസ്റ്റഡ് ജിയോമെട്രീസ്, ഗ്രേറ്റർ ഡെപ്ത് ഓഫ് ഫോക്കസ് ഡെപ്ത് ആണ്. ഡയറക്റ്റ് പാറ്റേണിങ് ഓഫ് സെമി കണ്ടക്ടർ. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്, ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫിയുടെ കേസിൽ നമുക്ക് മാസ്കിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇലക്ട്രോൺ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രോൺ ബീമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ ബീമിനെ നമ്മൾ വേഫർ സർഫേസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്യുന്നു. ഒരു കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും. കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ ആ പാറ്റേൺ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രോൺ ബീംസ് വിച്ച് ഈസ് ആക്ച്വലി എക്സ്പോസ് ടു ദ മാസ്ക്, ടു ദ വേഫർ സർഫേസ്. അപ്പം കറൻ്റ്ലി ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി ഈസ് ദ technology of choice for mass generation due to its ability to accurate define small features. അപ്പം ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി നമുക്ക് വിതൗട്ട് മാസ്ക് എന്ന് പറഞ്ഞാൽ തന്നെ വി ക്യാൻ ഏബിൾ ടു സേ ചോയ്സ് ഓഫ് മാസ്ക് ജനറേഷൻ. വിതൗട്ട് മാസ്ക് വി ക്യാൻ ഏബിൾ ടു പ്രൊഡ്യൂസ് ദ സ്ട്രക്ചർ ഓൺ ദ സർഫേസ് ഓഫ് ദ വേഫർ. അപ്പം വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഡിസഡ്വാൻറ്റേജസ്? മീൻസ് ലോ ത്രൂപുട്ട്. ഓക്കെ, എത്ര വേഫറിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും? അത് ലോ ത്രൂപുട്ടാണ്, ഔട്ട്പുട്ട് കുറവാണ്. അതുപോലെ തന്നെ കോസ്റ്റ് വളരെ കൂടുതലാണ്. ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഈ കേസിൽ നമുക്ക് ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫിയുടെ കേസിൽ ഞാൻ പറഞ്ഞു മാസ്ക് എന്ന് പറയുന്നത് വി ക്യാൻ സേ മാസ്ക് നോർമലി ദ മാസ്ക് വിൽ നോട്ട് ബി ദിയർ. ഓക്കെ, മാസ്ക് നോർമലി വിൽ നോട്ട് ബി ദർ. But here what is actually instead of mask and resist what you are actually doing is ഇവിടെ മാസ്ക് എന്ന് പറയുന്നത് തിൻ ലെയർ ഓഫ് കൺസിസ്റ്റ് ഓഫ് തിൻ ആൻഡ് ലോ അറ്റോമിക് നമ്പർ മെംബ്രെയിൻ ആൻഡ് ഹൈ അറ്റോമിക് നമ്പർ മെറ്റൽ സ്കാറ്ററിംഗ് എലമെന്റ് ദാറ്റ് ഈസ് പാറ്റേൺഡ്. ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? തിൻ ആൻഡ് ലോ അറ്റോമിക് നമ്പർ മെംബ്രെയിനും അതുപോലെ തന്നെ ഹൈ അറ്റോമിക് നമ്പർ മെറ്റൽ സ്കാറ്ററിംഗ് ദാറ്റ് ഈസ് ആക്ച്വലി പാറ്റേൺ. ഇലക്ട്രോൺ റെസിസ്റ്റ് ആർ polymers, chemical or physical changes induced by radiation. Electron exposed of resist occurs through bond breaking or formation of bonds. അപ്പോൾ ആക്ച്വലി ഇവിടെ മാസ്ക് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇലക്ട്രോൺ വിച്ച് ഈസ് ആക്ച്വലി എക്സ്പോസ്ഡ് ടു ദ വേഫർ സർഫേസ്. ഇവിടെ നമ്മളുടെ വേഫർ സർഫേസിൻ്റെ മുകളിൽ ഈ റെസിസ്റ്റ് ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത് പോളിമേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ വേഫർ സർഫേസിൻ്റെ മുകളിൽ എന്താണ്? ഓക്സൈഡ് ലെയർ ഉണ്ട്. ഓക്സൈഡ് ലെയറിൻ്റെ മുകളിൽ നമ്മൾ ഫോട്ടോ റെസിസ്റ്റ് എന്ന് പറയുന്ന പോലെ ഇവിടെ ഇലക്ട്രോൺ റെസിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺ റെസിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോട്ടോൺ റെസിസ്റ്റ് അല്ല, ഇലക്ട്രോൺ റെസിസ്റ്റ്. ഫോട്ടോ റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യു വി ലൈറ്റിൻ്റെ കേസിൽ. ഇലക്ട്രോൺ റെസിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? അപ്പം ഇലക്ട്രോൺസ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ഒക്കറാവുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിമേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ ലൈറ്റ് ഇലക്ട്രോൺ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത്
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പോളിമേഴ്സിൽ എന്ത് സംഭവിക്കുന്നു? ബോണ്ട് ബ്രേക്കിംഗ് ഓർ ബോണ്ട് ഫോർമേഷൻ വിച്ച് ഈസ് ആക്ച്വലി ഒക്കേഴ്സ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ നമ്മൾ ഇലക്ട്രോൺ റെസിസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോട്ടോ റെസിസ്റ്റ് ഇൻ ദ കേസ് ഓഫ് photolithography process, but in the case of electron beam lithography we are using electron resist instead of photoresist. Okay, therefore if the electron exposes means that will corresponds to electron formation or bond breakage which is actually occurs. ഈ ബോണ്ട് ബ്രേക്കേജ് ഇൻ ദ കേസ് ഓഫ് എന്താണ് പോസിറ്റീവ് റെസിസ്റ്റൻ്റെ കേസിലും നെഗറ്റീവ് റെസിസ്റ്റൻ്റെ കേസിൽ ബോണ്ട് ഫോർമേഷനും ഒക്കെ ആവും. ഓക്കെ, ദാറ്റ് ഈസ് ക്ലിയർ ആയിട്ട്. അപ്പോൾ ഇത് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇലക്ട്രോൺ ബ്രേക്സ് ദ മോളിക്യൂൾസ് ഓഫ് റെസിസ്റ്റ് ആൻഡ് സോ ലോക്കലി ചേഞ്ചസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് എ വേ ദാറ്റ് ദ സബ്സിക്വന്റ് ഡെവലപ്മെന്റ് ക്യാൻ റിമൂവ് ദ സെലക്റ്റീവ്ലി എക്സ്പോസ്ഡ് പാർട്ട്, ദാറ്റ് ഈസ് പോസിറ്റീവ് റെസിസ്റ്റ് ആൻഡ് അൺഎക്സ്പോസ്ഡ് പാർട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ what is actually the difference, what is the basic difference means there in the case of photolithography we were used what എന്താ നമ്മൾ യൂസ് ചെയ്തത്? ഫോട്ടോ റെസിസ്റ്റ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ്? ഈ ഇലക്ട്രോൺ റെസിസ്റ്റ് ആണ്. ഇലക്ട്രോൺ റെസിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിമേഴ്സ് ആണ്. അപ്പം ഇലക്ട്രോൺ റെസിസ്റ്റിലേക്ക് നമ്മുടെ ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ബോണ്ട് ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ ബോണ്ട് ബ്രേക്കേജ് ഉണ്ടാകുന്നു. ബോണ്ട് ബ്രേക്കേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇലക്ട്രോൺ എക്സ്പോസ് ചെയ്യുന്ന റീജിയനെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അൺഎക്സ്പോസ്ഡ് ആയിട്ടുള്ള റീജിയൻ നമുക്ക് അതേപോലെ പ്ലേസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് നെഗറ്റീവ് റെസിസ്റ്റിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ബോണ്ട് ഫോർമേഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അൺഎക്സ്പോസ്ഡ് പാർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് റിമൂവ് ചെയ്യാം ഈസി ആയിട്ട്. ബട്ട് എക്സ്പോസ്ഡ് പോർഷൻ ബിക്കം ഹാർഡ്. ഓക്കെ, ദാറ്റ് ഈസ് ദ സെയിം ഇൻ ദ കേസ് ഓഫ് ഫോട്ടോറെസിസ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ പ്രകാരം ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോൺ ബീം റെസിസ്റ്റ് ഈസ് ഓൺ ദ ടോപ്പ്. ഓക്കെ, ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്, സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ. അപ്പം നമുക്ക് ഈസി ആയിട്ട് വി ക്യാൻ ഏബിൾ ടു ഡു ദ സെയിം തിങ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫിയുടെ ഒരു എക്സ്പോഷർ മെത്തേഡ്സും അതുപോലെ തന്നെ പ്രിൻറ്റിംഗ് ടെക്നിക്സും നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ചിലപ്പോൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. ഈ ഡയഗ്രം നിങ്ങൾ ശ്രദ്ധിക്കാൻ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വി ആർ യൂസിങ് വാട്ട് ഇലക്ട്രോൺ ഗൺ നമുക്ക് വേണം. ഇലക്ട്രോൺ ഗണ്ണാണ് ഇലക്ട്രോൺ ബീമിനെ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പിക്ചർ ട്യൂബിൻ്റെ കേസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രോൺ ഗണ്ണുണ്ടാവും. ഇലക്ട്രോൺ ഗണ്ണിൻ്റെ കേസിൽ ഇലക്ട്രോൺ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രോൺ ബീം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം നമ്മളുടെ ഈ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നുള്ള ഈ ഇലക്ട്രോൺ ബീംസ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നമ്മളുടെ വേഫർ സർഫേസിലേക്ക് നമുക്ക് എക്സ്പോസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറെൻറ്റ് അലൈൻമെൻറ്റ് സെക്ഷൻസ് വി ആർ യൂസിങ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അലൈൻമെൻറ്റ് കോയിൽ ഈസ് ദർ, ഫസ്റ്റ് കണ്ടൻസർ ലെൻസ്, ബ്ലാങ്കിങ് പ്ലേറ്റ്സ്, സെക്കൻഡ് കണ്ടൻസിങ് ലെൻസ്, ലിമിറ്റിംഗ് അപ്പർച്ചർ, ഓക്കെ, ലിമിറ്റിംഗ് അപ്പർച്ചർ ആൻഡ് ഫൈനൽ ലെൻസ്. അപ്പം ഇങ്ങനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ 3 ലെൻസസ് ആണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് കണ്ടൻസർ ലെൻസ്, സെക്കൻഡ് കണ്ടൻസർ ലെൻസ് ആൻഡ് ഫൈനൽ ലെൻസ്. ഓക്കെ, അപ്പോൾ ഈ 3 ലെൻസസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് കാണാൻ പറ്റും ഒരു ബ്ലാങ്കിങ് പ്ലേറ്റ്സ് ഈസ് ദർ, അതുപോലെ തന്നെ അലൈൻമെൻറ്റ് കോയിൽ ഈസ് ദർ, അതുപോലെ തന്നെ ലിമിറ്റിംഗ് അപ്പർച്ചർ, നമ്മളുടെ ഈ ഫോക്കസ് ചെയ്യുന്ന ലൈറ്റിനെ കറക്റ്റ് അപ്പർച്ചറിൽ കൂടി എങ്ങോട്ട് എത്തിക്കണം? നമ്മളുടെ വേഫർ സർഫേസിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുക. അപ്പം ഈ ഇലക്ട്രോൺ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺ ബീമിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോൺ ബീമിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഗണ്ണായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു ടങ്സ്റ്റൺ തെർമോയോണിക് കാഥോഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ടങ്സ്റ്റൺ തെർമോയോണിക് കാഥോഡ് വിച്ച് ഈസ് ആക്ച്വലി യൂസ്ഡ് ആസ് എ ഇലക്ട്രോൺ ഗൺ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് കണ്ടൻസർ ലെൻസസ് വി ആർ യൂസിങ്, ഡിഫറെൻറ്റ് ലെൻസസ്. അപ്പം ഈ ലെൻസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? യൂസ്ഡ് ടു ഫോക്കസ് ദ ഇലക്ട്രോൺ ബീം ടു ദ സ്പോട്ട് ഓഫ് 0.01 to 0.1 മൈക്രോമീറ്റർ ഡയമീറ്റർ.
ഇപ്പം ഇത് നമുക്കറിയാം, ലെൻസ് എന്ന് പറയുമ്പോൾ കണ്ടൻസർ ലെൻസിൻ്റെ കേസിൽ ദിസ് ഈസ് ആക്ച്വലി യൂസ്ഡ് ടു ഫോക്കസിങ് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബീം ബ്ലാങ്കിങ് ആൻഡ് ബീം ഡിഫ്ലക്ഷൻ കോയിൽസ്, നമ്മൾ ബ്ലാങ്കിങ് പ്ലേറ്റ്സും ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബ്ലാങ്കിങ് പ്ലേറ്റ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ഓൾസോ വി ആർ യൂസിങ്. ഓക്കെ, ഈ ബ്ലാങ്കിങ് ആൻഡ് ഡീം ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് വിച്ച് ഈസ് ആക്ച്വലി യൂസ്ഡ് ഡിഫ്ലക്ഷൻ കോയിൽസ്. ഓക്കെ, ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ അലൈൻമെൻറ്റ് കോയിൽ, അതുപോലെ തന്നെ ബ്ലാങ്കിങ് പ്ലേറ്റ്സ്, അതുപോലെ തന്നെ ഈ ബ്ലാങ്കിങ് പ്ലേറ്റ്സും അലൈൻമെൻറ്റ് കോയിലിനെയും എല്ലാം നമ്മൾ കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പം അലൈൻമെൻറ്റ് എങ്ങനെയാണ്, അപ്പോൾ ഇതായത് നിങ്ങളുടെ ഈ കമ്പ്യൂട്ടറിൽ ഉണ്ടാകുന്ന പാറ്റേൺ ആയിരിക്കും നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, നമ്മളുടെ വേഫർ സർഫേസിലേക്ക്. അതായത് നമ്മളൊരു പാറ്റേൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാറ്റേൺ ആണ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, നമ്മളുടെ വേഫർ സർഫേസിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദീസ് അലൈൻമെൻറ്റ് കോയിൽ ആൻഡ് ബ്ലാങ്കിങ് പ്ലേറ്റ്സ് ആൻഡ് സെക്കൻഡ് കണ്ടൻസർ ലെൻസസ്, ഓക്കെ, എല്ലാ കണ്ടൻസർ ലെൻസസും എല്ലാം ഏതിനാണ്, കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആണ്. Therefore, the arrangement of coils and lenses according to the pattern which is actually produced by the computer. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ കമ്പ്യൂട്ടറിൽ ഉള്ള പാറ്റേൺ ആണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഈ കണ്ടൻസർ ലെൻസസും അലൈൻമെൻറ്റ് കോയിലും ബാങ്കിങ് പ്ലേറ്റ്സും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു വേഫർ എക്സ്പോഷർ സിസ്റ്റം നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള രൂപം മാത്രമാണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വി ക്യാൻ സി, നമുക്ക് ലൈറ്റ് ഫോക്കസ് ചെയ്യാൻ നമുക്ക് 2 ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. നമുക്കറിയാം, നമ്മൾ സ്കാനിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മളുടെ ഇലക്ട്രോൺ ബീമിനെ നമ്മളുടെ വേഫർ സർഫേസിലേക്ക് എത്തിക്കാൻ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 2 ടൈപ്പ് ഓഫ് സ്കാനിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റാസ്റ്റർ സ്കാനും വെക്ടർ സ്കാനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ റാസ്റ്റർ സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീം സ്കാൻ സബ്സിക്വൻ്റ്ലി ഓവർ എവറി പോസിബിൾ ലൊക്കേഷൻ ഓൺ ദ മാസ്ക് ഈസ് ടേൺഡ് ഓഫ് ആൻഡ് ദർ ഈസ് നോ എക്സ്പോഷർ ഈസ് റിക്വയർഡ്. അപ്പം ആക്ച്വലി ഈ റാസ്റ്റർ സ്കാനിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എൻ്റയർ പൊസിഷനിൽ കൂടിയും സ്കാൻ നടക്കും. പക്ഷേ ഏത് പൊസിഷനിൽ മാത്രമേ ഇലക്ട്രോൺ എക്സ്പോസ് ആവുകയുള്ളൂ, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ. നമ്മളുടെ എൻ്റയർ ഏരിയ, നമ്മളുടെ വേഫറിൻ്റെ എൻ്റയർ ഏരിയയിൽ കൂടി ഈ ഇലക്ട്രോൺ ബീമിൻ്റെ സ്കാനിങ് വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ്, ബട്ട് ദ എക്സ്പോഷർ വിച്ച് ഈസ് ആക്ച്വലി only happens at the position, the pattern which is പാറ്റേൺ ഏത് പൊസിഷനിലാണോ നമുക്ക് വേണ്ടത് ആ പൊസിഷനിൽ മാത്രമേ നമ്മളുടെ വേഫർ എക്സ്പോഷർ ഉണ്ടാവുള്ളൂ. പക്ഷേ വെക്ടർ സ്കാനിൻ്റെ കേസ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയാണോ ഏത് ലൊക്കേഷനിലാണോ നമുക്ക് നമ്മളുടെ പാറ്റേൺ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ പൊസിഷനിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, നമ്മളുടെ സ്കാനിങ് വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ് ഉള്ളൂ. ഓക്കെ, അപ്പം ഏത് പാറ്റേൺ ഫീച്ചേഴ്സ് ആൻഡ് ജംപ് ഫ്രം ഫീച്ചർ ടു ഫീച്ചർ ആണ്. ഓക്കെ, ഫീച്ചർ ടു ഫീച്ചർ എക്സ്പോഷർ വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് നമ്മളുടെ വെക്ടർ സ്കാൻ സിസ്റ്റത്തിൻ്റെ കേസിൽ എന്താണ്, ഫീച്ചർ ടു ഫീച്ചർ സ്കാനിങ് ആണ്. അതായത് നമുക്ക് ആവശ്യമുള്ളിടത്ത് മാത്രമേ സ്കാനിങ് നടക്കുകയുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് raster scan, the scanning which is actually happens the entire position and the exposure which is actually happens, അല്ലെങ്കിൽ electron beam exposure which is actually happens to the position which is actually required. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, സ്കാനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എൻ്റയർ ആയിട്ട് നമ്മൾ സ്കാൻ ചെയ്യുന്നു, ബട്ട് ഏത് പൊസിഷനിലാണോ വേണ്ടത് ആ പൊസിഷനിൽ മാത്രമേ നമ്മളുടെ റാസ്റ്റർ സ്കാൻ വിച്ച് ഈസ് ആക്ച്വലി എക്സ്പോസ് അല്ല ഇലക്ട്രോൺ ബീമിനെ എക്സ്പോസ് ചെയ്യുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് പറയുന്നു, മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഒരു വാട്ട് ഈസ് ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി എന്ന് ചോദിച്ചാൽ നിങ്ങൾ വാട്ട് ഈസ് ഇലക്ട്രോൺ ബീം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇലക്ട്രോൺ ബീം ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി. അപ്പം ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇലക്ട്രോൺ ഗണ്ണ്, പിന്നെ പാറ്റേൺ വിച്ച് ഈസ് ആക്ച്വലി ഗിവൺ ടു ദ കമ്പ്യൂട്ടർ. ഓക്കെ,
കമ്പ്യൂട്ടറിലേക്ക് നമ്മളുടെ പാറ്റേൺ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് നമ്മളുടെ അലൈൻമെൻറ്റ് കോയിലും കണ്ടൻസർ ലെൻസസും എല്ലാം അറേഞ്ച് ചെയ്യുന്നു. പിന്നെ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺ ബീംസ് നമ്മൾ കറക്റ്റായിട്ട് പൊസിഷനിലേക്ക് നമ്മളുടെ വേഫർ സർഫേസിലേക്ക് വേഫർ വിച്ച് ഈസ് ആക്ച്വലി പ്ലേസ്ഡ് ഓൺ ദ മെക്കാനിക്കൽ സ്റ്റേജ്. ഓക്കെ, മെക്കാനിക്കൽ സ്റ്റേജിൻ്റെ മുകളിൽ ഒരു സബ്സ്ട്രേറ്റ് വേപ്പർ ഉണ്ട്, അതിന് മുകളിൽ ഒരു ഇലക്ട്രോൺ റെസിസ്റ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കേസിൽ ഉള്ളത്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഏതൊക്കെ സ്കാനിങ് മെത്തേഡ്സ് ആണ് ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫിയിൽ ഉള്ളതെന്നും കൂടി എഴുതുക. അപ്പം നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. റാസ്റ്റർ സ്കാനും വെക്ടർ സ്കാനും.